ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഞാനിന്നിവിടെ ഒരു ഇലത്തോരനാണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ നിത്യജീവിതത്തിലെ ഭക്ഷണക്രമത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു വിഭവമാണ് ഇലക്കറി. നിത്യേന ഏതെങ്കിലും ഒരു ഇലക്കറി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ്. നമ്മുടെ വീട്ടിൽ തന്നെ പിടിച്ച പയറും അതിൻ്റെ ഇലയുമാണ് തോരൻ വെക്കുന്നതെന്ന്. പയറിൻ്റെ ഇല തോരൻ വെച്ച് കഴിക്കുന്നത് ആരോഗ്യത്തിന് എത്രത്തോളം സഹായിക്കുമെന്നതിൽ സംശയം വേണ്ട. നമ്മുടെ കണ്ണിൻ്റെ ആരോഗ്യത്തിനും കാഴ്ചശക്തിക്കും ഏറ്റവും മികച്ചതാണ് പയറിൻ്റെ ഇല. കൊളസ്ട്രോൾ കുറയ്ക്കുന്ന കാര്യത്തിലും ഏറ്റവും അധികം സഹായിക്കുന്ന ഒന്നാണ് ഈ പയറിൻ്റെ ഇല. പിന്നെ ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോൾ ഇല്ലാതാക്കി നല്ല കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കാൻ ഇലക്കറികൾക്ക് കഴിയുന്നുണ്ട്. അതുകൊണ്ട് ഇതുപോലെയുള്ള ഇലക്കറികൾ സ്ഥിരമാക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. നമുക്കിന്ന് ഇത്രയും പയറും ഇലയുമാണ് കിട്ടിയിട്ടുള്ളത്. അത് നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിനി ഇതുപോലെ അരിഞ്ഞെടുക്കാം. പയറും ഇലയുമൊക്കെ ഇവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അത് പാകം ചെയ്യാം. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ കടുകിട്ട് പൊട്ടിക്കാം. കടുകെല്ലാം പൊട്ടിയതിന് ശേഷം ചെറുതായി അരിഞ്ഞു വെച്ച സവാളയൊന്ന് വഴറ്റിയെടുക്കാം. സവാളയൊക്കെ നന്നായി ഒന്ന് വഴണ്ട് വരട്ടെ. സവാള വഴറ്റിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പയർ ചേർത്ത് കൊടുക്കാം. പയർ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആദ്യം പയർ ചേർക്കുന്നത് വേവ് കൂടുതലായതുകൊണ്ടാണ്. പയറൊന്ന് വഴണ്ട് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇല ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് ഒന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം എല്ലാം കൂടി ഒന്ന് തത്തിപ്പൊത്തി വെച്ച് നമുക്ക് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇനി അരപ്പിനാവശ്യമായ തേങ്ങ, 2 വെളുത്തുള്ളി, ചെറിയ ജീരകം, പച്ചമുളക്, ചുവന്നുള്ളി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി ഇവ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. പയറും ഇലയുമൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ക്രഷ് ചെയ്ത് വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം ഒന്നുകൂടി ഒന്ന് മൂടി വെച്ച് നമുക്ക് വേവിക്കാം. അരപ്പൊക്കെ ഒന്ന് വെന്ത് വരട്ടെ. നമ്മുടെ പയറില തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെയുള്ള ഇലവർഗ്ഗങ്ങൾ നമ്മുടെ ഭക്ഷണത്തിൽ എല്ലാവരും ഉൾപ്പെടുത്തണേ. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്